നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20-ന്. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കുന്ന കൺവെൻഷന് ഒരുക്കങ്ങളായി. MSF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം നടന്നു. ഐക്യം, അതിജീവനം, അഭിമാനം, കാലം എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. KPSTA റവന്യൂ ജില്ലാ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനത്തിനും ഉപയോഗിക്കുന്നത് വിഷരഹിതമായ വാഴയില. നീലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ചെയർമാൻ E മനീഷ് ഉദ്ഘാടനം ചെയ്തു. എടച്ചാക്കൈ ടർഫിലും ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ മൈതാനത്തുമായി നടന്ന ഉദിനൂർ പരത്തിച്ചാൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ സമാപിച്ചു. പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര അറിയാൽ കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20-ന് കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20-ന് കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി കൺവെൻഷന് തുടക്കമാവും. 10 മണിക്ക് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്യും. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ കേബിൾ TV രംഗത്തെ കോർപ്പറേറ്റ് അധിനിവേശ ശക്തിക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തി 35 വർഷമായി സമാനതകളില്ലാത്ത ജൈത്രയാത്രയാണ് COAയുടേതും കേരള വിഷന്റേതും. ജില്ലയിൽ 1 ലക്ഷത്തിലധികം ഡിജിറ്റൽ സേവനദാതാക്കളും 60,000-ഓളം ബ്രോഡ്ബാൻഡ് വരിക്കാരുമുണ്ട്. 30 ലക്ഷം വരിക്കാരുള്ള കേരള വിഷൻ ഡിജിറ്റൽ TV ഇന്ത്യയിലെ ഏറ്റവും വലിയ 5ാമത്തെ സേവനദാതാവാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 12.5 ലക്ഷം വരിക്കാരുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ സർവീസ് പ്രൊവൈഡറായി മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിൽ ഈ 2 വിഭാഗങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി 1ാം സ്ഥാനത്ത് കേരള വിഷൻ തുടരുകയാണ്. നമ്മുടെ ജില്ലാ സമ്മേളനം വരുന്ന 20-ാം തീയതി രാജ്യ റെസിഡൻസിയിൽ വെച്ച് ചേരുകയാണ്. അതിൻ്റെ എല്ലാ മത്സര ചടങ്ങുകളും ഒക്കെ തീർന്നു കഴിഞ്ഞു. അപ്പോൾ 20 മണിയോടെയുള്ള സമ്മേളനമാണ് ഒരുക്കിയത്. നമ്മുടെ ഈ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ്. അതേപോലെ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ്, ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി സുരേഷ്. ഇന്ത്യയിൽ റൂറൽ കണക്ടിവിറ്റിയിലും അതാതു രംഗത്തെ അതിവേഗ വളർച്ച രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ പട്ടികയിലും കേരള വിഷൻ 1ാമതാണ്. കാസർഗോഡ് ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിലെയും നഗരങ്ങളിലെയും ദൈനംദിന സംഭവ വികാസങ്ങൾ കൃത്യമായും വ്യക്തമായും പക്ഷപാതരഹിതമായും സമയബന്ധിതമായി പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും അടിസ്ഥാന വർഗങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ജില്ലാ ചാനലും 3 പ്രാദേശിക ചാനലുകളും സംപ്രേഷണം ചെയ്തു വരുന്നു. വാർത്തയ്ക്ക് പുറമെ ജില്ലയിലെ പ്രധാന ഉത്സവാഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണവും വിനോദ വിജ്ഞാന പരിപാടികളുമെല്ലാം കോർത്തിണക്കി കാലോചിതമായ രീതിയിലാണ് ഈ 4 ചാനലുകളുടെയും പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. കേബിൾ ടിവി രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കേരള വിഷൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ന് രാജ്യത്ത് 1500-ഓളം വരുന്ന MSOക്കിടയിലും 1471-ഓളം വരുന്ന ISP പ്രൊവൈഡർമാർക്കിടയിലും നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് 32 ലക്ഷം സേവന ദാതാക്കളുമായി കേരള വിഷൻ 5ാം സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഇന്റർനെറ്റ് രംഗത്ത് കേരള വിഷന്റെ സ്ഥാനം 6ാം സ്ഥാനത്താണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് മാത്രം ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം കേരള വിഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കേരളത്തിൽ 80-ൽ പരം പ്രാദേശിക ചാനലുകളും കേരള വിഷൻ ന്യൂസ് സാറ്റലൈറ്റ് ചാനലും പ്രവർത്തിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കൊണ്ടുള്ള ബിസിനസ് സാധ്യതകളെക്കുറിച്ച് കൺവെൻഷൻ ചർച്ച ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള CCTV പ്രൊജക്ട്, എല്ലായിടത്തും സൗരോർജം, എല്ലാവർക്കും സോളാർ, വിനോദസഞ്ചാര മേഖലയ്ക്കകത്തെ സാധ്യതകൾ എന്നീ പദ്ധതികളെപ്പറ്റി കൺവെൻഷൻ DPR തയ്യാറാക്കി അവതരിപ്പിക്കും. വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ്, 5 വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ 100% വർധനവ്, ജിയോ, ഡിസ്നി, ഹോട്ട്സ്റ്റാർ ലയനമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സതീഷ് കെ പാക്കം, COA ജില്ലാ പ്രസിഡന്റ് VV മനോജ്, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ, ജില്ലാ ട്രഷറർ വിനോദ് P, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TV മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MSF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം നടന്നു. ഐക്യം, അതിജീവനം, അഭിമാനം, കാലം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. MSF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി യാസിൻ മീനാപ്പീസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് MK റഷീദ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന ഹരിത സംഗമം മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി KK ജാഫർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതിന് നഖശിഖാന്തം എതിർക്കുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾ, മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം ഉൾക്കൊള്ളണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്ത് കടന്നു വന്ന രാഷ്ട്രീയ സംഘടനയാണ് അർദ്ധചന്ദ്രതാരാങ്കിത ഹരിത പതാകയുമായി ഈ മണ്ണിലേക്ക് വന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുമയ്യ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിനിധി സമ്മേളനം MSF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റുമൈസ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സലാം ബളിഞ്ചം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം TK ഹസീബ് മുഖ്യപ്രഭാഷണം നടത്തി. KK ബദ്രുദ്ദീൻ, CK റഹ്മത്തുള്ള, മുഹമ്മദ് കുഞ്ഞി, CK അഷ്റഫ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. MSF ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം റഫാദ് ബല്ലാക്കടപ്പുറം സ്വാഗതവും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് അനസ് മീനാപ്പീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KPSTA റവന്യൂ ജില്ലാ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന തിരുത്തൽ ശക്തിയായി മാറാൻ KPSTA മുന്നിട്ടിറങ്ങണമെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് റവന്യൂ ജില്ലാ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും പ്രവർത്തന മികവിന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ചതിന് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 വർഷക്കാലം എല്ലാ പ്രതികളും ജയിലിലായിരുന്നു. 4 പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുക്കാൻ കണ്ടെത്തിയ കാരണം എന്ന് പറയുന്നത് അവർ കൊടുത്ത അപ്പീലാണ്. 2018 വരെയുള്ള അപ്പീലാണ് കോടതി പരിഗണിക്കുന്നത്. അപ്പൊ ഇപ്പൊ അപ്പീൽ കൊടുത്താൽ ഈ അപ്പീൽ പരിഗണിക്കണമെങ്കിൽ 7 കൊല്ലം കഴിയും. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന അപ്പീല് 7 കൊല്ലം കഴിഞ്ഞ് പരിഗണിക്കുമ്പോൾ ഈ പ്രതികൾക്ക് ആകെ വിധിച്ചിരിക്കുന്ന ശിക്ഷ 5 കൊല്ലമാണ്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് അപ്പീല് പരിഗണിക്കും. അപ്പോൾ സ്വാഭാവികമായ നീതി പ്രതികൾക്ക് നിഷേധിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് കോടതി പെട്ടെന്ന് ഈ കേസെടുക്കുകയും ജാമ്യം കൊടുക്കുകയും ചെയ്തു. ആ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നിയമപരമായ നടപടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ പ്രസിഡന്റായി PT ബെന്നി, സെക്രട്ടറിയായി K ഗോപാലകൃഷ്ണൻ, ട്രഷററായി P ശ്രീജ എന്നിവർ ചുമതലയേറ്റു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ P ശശിധരൻ, പ്രശാന്ത് കാനത്തൂർ, അലോഷ്യസ് ജോർജ്, ജോമി T ജോസ്, സംസ്ഥാന സമിതി അംഗങ്ങളായ അശോകൻ കോടൂത്ത്, MK പ്രിയ, സ്വപ്ന ജോർജ്, സംസ്ഥാന കൌൺസിലർ P ജലജാക്ഷി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PT ബെന്നി സ്വാഗതവും ട്രഷറർ P ശ്രീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരുങ്കളി
പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനത്തിനും ഉപയോഗിക്കുന്നത് വിഷരഹിതമായ വാഴയില. പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ MV കുഞ്ഞിക്കൂറിനും കുടുംബവുമാണ് ഒരേക്കർ വരുന്ന സ്വന്തം ഭൂമിയിൽ ഇലകളുടെ ആവശ്യത്തിനായി 10,000-ൽ പരം വാഴ കൃഷി ചെയ്തത്. കുലകൊത്തി വിളവെടുക്കുന്നതിന് പകരം ഇലയ്ക്കു വേണ്ടി വാഴക്കൃഷി ചെയ്യുക, അതും സോദരി വാഴക്കൃഷി പ്രമുഖ പൊതുമരാമത്ത് കരാറുകാരനും തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ MV കുഞ്ഞിക്കൂറിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട കൃഷി ചെയ്തത്. ഒരേക്കർ സ്ഥലത്ത് നിലമൊരുക്കി ഒരു കുഴിയിൽ കുറഞ്ഞത് 3 സോദരി കന്നുകളാണ് നട്ടത്. 7-8 വരെ കന്നുകൾ ചില കുഴിയിൽ നട്ടിരുന്നു. 1000-ൽ പരം വാഴകൾ നട്ടു വളർത്തിയ സ്ഥലത്ത് 4 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇലമുറിക്കാൻ പ്രായമായപ്പോൾ ഏതാണ്ട് 20,000-ൽ പരം വാഴ ഇലകൾ തയ്യാറായി കഴിഞ്ഞു. അന്യ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ വിഷമയമായ വാഴ ഇലകൾ നമ്മുടെ നാട്ടിലെത്തിക്കുമ്പോൾ ഒരു ഇലയ്ക്ക് 9 രൂപ വരെ ഈടാക്കുമ്പോഴാണ് നാട്ടിൽ വിഷരഹിത വാഴയില കൃഷി ചെയ്തത്. കാർഷിക മേഖലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം 3 തവണയെങ്കിലും വളം ചെയ്താണ് ഇലകൾക്ക് വേണ്ടി വാഴകൃഷി ചെയ്തത്. രാവിലെയും വൈകുന്നേരവും കൃത്യമായി നനക്കുന്നതിനും മറ്റുമായി MV കുഞ്ഞിക്കോരനും ഭാര്യ സുശീലയും കുടുംബാംഗങ്ങളും മാറി മാറി കൃഷിയിടത്തിലെത്തുകയും ചെയ്തു വരുന്നുണ്ട്. തീരപ്രദേശമായതിനാൽ ഇത്തരത്തിൽ കൂടുതൽ പേർ കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിത ഇലകളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നാണ് കുഞ്ഞിക്കോരന്റെ അഭിപ്രായം. കളിയാട്ടത്തിനും എല്ലാവരും കൊണ്ടുപോവുക. നമ്മളിത് പ്രത്യേകം മയക്കുന്നുണ്ടാക്കി ഇവിടെ 1000 ചില്ലറ വാഴ പൈസ കൊടുത്ത് വാങ്ങി ഞാനിവിടെ വെച്ചു. അത് വിഷരഹിത ഇലയാണ് ഇപ്പോൾ നമ്മൾ ഈ പെരുങ്കളിയാട്ടം വരച്ചു വെക്കൽ കർമ്മത്തിന് ഉപയോഗിക്കുന്നത്. അത് ഇതിൽ നിന്ന് ഇലയെടുത്ത് ഉപയോഗിക്കാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇലകൾ കളിയാട്ട കാലത്ത് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 24-ന് പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ വരച്ചുവെക്കലിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിന് ഏതാണ്ട് 15,000-ൽ പരം ഇലകൾ വേണമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി MV കുഞ്ഞിക്കോരൻ കൃഷി ചെയ്ത വാഴത്തോട്ടത്തിൽ നിന്ന് ഇലകൾ മുറിച്ചെത്തിക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. നീലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ മനീഷ് ഉദ്ഘാടനം ചെയ്തു.
കൃത്രിമ ജലപാത പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളുടെ ഭൂമിയിൽ കയറാൻ പാടില്ല എന്ന കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാത പദ്ധതിയുടെ പേരിൽ ഭൂമി സർവേ നടത്താനുള്ള സർക്കാർ നിലപാട് കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ മനീഷ്. പദ്ധതിയുടെ ഭാഗമായി ഭൂമിയിൽ സർവേ നടത്താൻ വന്നാൽ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. നീലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഭൂമി നമുക്ക് വിട്ടു നൽകാൻ കഴിയുന്ന ആ സമരത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന നിലയിലുള്ള വലിയ ചർച്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ സമരത്തിന്റെ ഒരു ഘട്ടം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഒരു ജലപാതക്കാരുമെതിരല്ല. അങ്ങനെയാണോ? നിങ്ങൾ ആരെങ്കിലും ജലപാതക്കെതിരാണോ? നമ്മൾ ആരും ജലപാതക്കെതിരല്ല. ഒരു സർക്കാരിന്റെ ഭരണ സംവിധാനത്തിൽ നാടിന്റെ വികസനം, ആ വികസനത്തിന്റെ കൂടെ നമ്മളുണ്ട്. ഒരിക്കലും ഒരു സർക്കാരിന്റെ വികസന പദ്ധതിക്കെതിരെ നമ്മൾ ആരുമില്ല. ജലപാത വിരുദ്ധ മുന്നണി ചെയർമാൻ ടി കെ പത്മനാഭൻ നായർ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് വേണുഗോപാൽ വിഷയാവതരണം നടത്തി. വിശ്വശില്പിയും ജലപാത വിരുദ്ധ മുന്നണി മുഖ്യ രക്ഷാധികാരിയുമായ കാനായി കുഞ്ഞിരാമൻ പൊതുജനങ്ങളുമായി സംവാദവും ചർച്ചയും നയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ എൻ അശോക് കുമാർ, മുഹമ്മദ് കുഞ്ഞി കൂളിയങ്കാൽ, അജാനൂർ പഞ്ചായത്ത് വാർഡ് കൌൺസിലർ ഷീബ ഉമർ എന്നിവർ സംസാരിച്ചു. മുന്നണി ആക്ടിംഗ് പ്രസിഡന്റ് പി വി പവിത്രൻ സ്വാഗതവും രക്ഷാധികാരി കമാൻഡർ ടി വി ദാമോദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എടച്ചാക്കായി ടർഫിലും ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ മൈതാനത്തുമായി നടന്ന ഉദിനൂർ പരത്തിച്ചാൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ സമാപിച്ചു. 6 ടീമുകൾ മാറ്റുരച്ച പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ റിയൽ ജിം FC ടൈ ബ്രേക്കറിലൂടെ 1 ഗോളിന് ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ മലബാർ FC ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ മൈതാനത്ത് നടന്ന സമാപന ചടങ്ങിൽ പരത്തിച്ചാൽ ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് AJ കമറുദ്ദീൻ ജേതാക്കളായ റിയൽ ജിം FC ട്രോഫി സമ്മാനിച്ചു. റണ്ണേഴ്സായ മലബാർ FC ടീമിന് ആദ്യകാല ടീം മാനേജർ AJ ഹാരിസ് ട്രോഫി നൽകി. ചടങ്ങിൽ TC മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. KN വാസുദേവൻ നായർ, TC ഇസ്മായിൽ, AC അത്താവുള്ള, M ഷമീർ, KV സൈഫാൻ, T ഷുറൈഹോ, N ബഷീർ, N അഷ്റഫ്, AG മുസദ്ദിഖ, MTP ബഷീർ, റസാഖ് പുഴക്കര എന്നിവർ പ്രസംഗിച്ചു. പ്രീമിയർ ലീഗിൽ മികച്ച കളി കാഴ്ചവെച്ച 5 താരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി. സമാപന ചടങ്ങിൽ കലാസാമൂഹ്യ ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവമായ ഉദിനൂർ ഗ്രാമത്തിലുള്ളവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര അരിയാൽ കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. അത്യുത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിൽ ഐതിഹ്യപെരുമയാൽ പ്രസിദ്ധമായ പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള പുല്ലൂർ അരയാക്കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. രണ്ടാം ദിനമായ ബുധനാഴ്ച വൈകിട്ട് പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും തിരുവായുധവും എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് മുളവന്നൂർ ഭഗവതി, രക്തജാതൻ, വിഷ്ണുമൂർത്തി, അടുക്കത്തെ ചാമുണ്ടി തെയ്യങ്ങളുടെ തിടങ്ങൽ, തുടർന്ന് മുളവന്നൂർ ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, അന്തിയണങ്ങും ഭൂതം, രക്തജാതൻ തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അടുക്കത്തെ ചാമുണ്ടിയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെ ഭക്തർക്ക് അന്നപ്രസാദം നൽകും. തുടർന്ന് വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും. തുടർന്ന് നടക്കുന്ന വിളക്കിലരി ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളിലെ പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഷുഗർ ബോർഡ് മൂവ്മെന്റ് നടപ്പിലാക്കുന്നു. ചട്ടഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ നിർവഹിച്ചു. കുട്ടികൾക്കിടയിലെ പഞ്ചസാരയുടെ അമിത ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കുന്നു.
ആദ്യഘട്ടത്തിൽ 40ഓളം സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള ബോർഡ് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E ആണ് നൽകുന്നത്. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു. ഇൻസുലിൻ എന്ന പറയപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇത് ബോഡിയിലെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല, ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ്. അത് ഒരു എന്താ പറയാ, ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാം. മെറ്റബോളിക് ഒരു ഡിസോർഡർ ആണ്. ഈ മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ എന്താവും, ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ അതിൽ ആക്ട് ചെയ്ത് അതെല്ലാം ഗ്ലൈക്കോജനായിട്ട് മാറ്റി നമ്മുടെ ലിവറിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുമ്പോൾ, നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഒരു നല്ല സദ്യ കഴിച്ചാൽ എന്താവും, എല്ലാവർക്കും ഉറങ്ങുന്നുണ്ടാവും. അതിന് കാരണം എന്താണ്? കാരണം ഈ ഇൻസുലിനിന്റെ അളവ് കൂടുതലാണ്. ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ കെ ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ MJ ടോമി സ്വാഗതം പറഞ്ഞു. ലയൺസ് ഡിസ്ട്രിക്ട് മുൻ ഗവർണർ PMJF CA TK രജീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിമിഷ ഷുഗർ ബോധവൽക്കരണത്തെപ്പറ്റിയും ഷുഗർ ബോർഡിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ക്ലാസ് എടുത്തു. ലയൺ നേതാക്കളായ P ഗംഗാധരൻ MJF, ലയൺ ഷാജി ജോസഫ് MJF, ലയൺ K പ്രേംകുമാർ MJF, ലയൺ അഡ്വക്കേറ്റ് K വിനോദ് കുമാർ MJF, ലയൺ V വേണുഗോപാൽ MJF, ലയൺ K സുകുമാരൻ MJF, ലയൺ ഫാറൂഖ് കാസ്മി, ലയൺ ഡോക്ടർ ആബിദ് നാലപ്പാട്ട് PMJF എന്നിവർ സംസാരിച്ചു. ചെർക്കള ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി നാസർ ചെർക്കള നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള മറ്റ് ഷുഗർ ബോർഡുകളുടെ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടർന്നു. എക്സ് സർവീസസ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഉപഹാര സമർപ്പണവും നടത്തി. എക്സ് സർവീസസ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 76ാം റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ബായ ദർശക് കാഡറ്റ് ക്യാപ്റ്റൻ ആജ്രാജ്, 5th ബറ്റാലിയൻ നേവൽ NCC യൂണിറ്റ് കോർപ്പറൽ ദർശന, 32 കേരള ബറ്റാലിയൻ NCC പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് NCC വിദ്യാർത്ഥികൾ എന്നിവരെയാണ് അനുമോദിച്ചത്.
സ്ക്വാഡ്രൺ ലീഡർ നാരായണൻ നായരും 32 കേരള BNNCC കമാൻഡിംഗ് ഓഫീസർ കേണൽ സജീന്ദ്രനും ചേർന്നാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ഡിഫൻസ് ഫോഴ്സസ്, ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജോലിയാണ്. ഇറ്റ് ഈസ് എൻ എലീറ്റ് ജോബ്. പല കാരണങ്ങളും. ഒന്ന്, ഡിസിപ്ലിൻ വേ ഓഫ് ലൈഫാണ്. എങ്ങനെയാണോ ഒരു സിറ്റിസൺ, ഒരു പൗരൻ അവരുടെ രാജ്യത്ത് ജീവിക്കേണ്ടത്, അത് ജീവിച്ച് കാണിക്കുന്നത് ഡിഫൻസ് ഫോഴ്സ് കാണിക്കാന്ന് വെച്ചാൽ അതിന് പാകപ്പെടുത്തിയിരിക്കാൻ പറ്റും. അനുമോദന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ മലയാളി മങ്ക ഫാഷൻ ഷോ മത്സരം സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഫാഷൻ ഷോ അരങ്ങേറിയത്. 13 സുന്ദരികളിൽ ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ 1ാം സ്ഥാനം നേടി. ആവേശം വിളിച്ചോതുന്നതായിരുന്നു കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ നടന്ന മലയാളി മങ്ക ഫാഷൻ ഷോ മത്സരം. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, നബാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഫെസ്റ്റിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് അലാംപള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഫാഷൻ ഷോ അരങ്ങേറിയത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 13 സുന്ദരികൾ മാറ്റുരച്ചു. ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ 1ാം സ്ഥാനം നേടി. രജിസ്റ്റർ ചെയ്ത ടീമുകളിൽ നിന്ന് സ്ക്രീനിംഗ് നടത്തിയാണ് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തത്. 2 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് മങ്കമാരെത്തി. മിസ് കേരള ഫൈനലിസ്റ്റ് വൈഷ്ണവി, ഫാഷൻ മോഡൽ ഇർഷാദ് ഇബ്രാഹിം കണ്ണൂർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ആദ്യ റൗണ്ട് മത്സരത്തിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്തു. തുടർന്ന് ഇവരിൽ നിന്നും ഇഷ കിഷോറിനെ വിജയിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ട്രാൻസ്ജെൻഡർ വോട്ടർ എന്നതിനപ്പുറം കാസർഗോഡ് ജില്ലയിലെ തുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ അംബാസിഡറും കാസർഗോഡ് ജില്ലയിലെ ഏക ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടമായ സമ്പൂർണ്ണ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടത്തിൻ്റെ അംഗവും ഒരു നർത്തകി, മോഡൽ എന്നതിനപ്പുറം ഒരു മികച്ച തലമുറയെ വാർത്തെടുക്കാനുള്ള അധ്യാപിക ആവുക എന്ന ലക്ഷ്യത്തോടു കൂടി അധ്യാപിക വിദ്യാർത്ഥിയായി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും കണ്ടസ്റ്റന്റ് നമ്പർ 11 കൃപ രാജേഷ്, കാസിസ് എന്നിവർ റണ്ണറപ്പുമാരായി. മലയാളി മങ്കിക്ക് അമൃത ഗണേഷ് കിരീടമണിഞ്ഞു. സീരിയൽ താരം കലാഭവൻ നന്ദന, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 20 വരെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർകോട്ടുകാരിയായ സംവിധായിക ഫർസാന പി ഒരുക്കുന്ന സിനിമയായ മുംതയുടെ സ്വിച്ച് ഓൺ കർമ്മം ബേള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നു. കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ വിഭാഗക്കാർക്കായുള്ള സിനിമാ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന 6ാമത്തെ ചലച്ചിത്രമായ മുംതയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ബേള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ എം രാജഗോപാലൻ MLA നിർവഹിച്ചു. കേരളത്തിലെ വനിതകളുടെയും ശിശുക്കളുടെയും സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്കാണ് 1ാം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി സർക്കാർ പോയത്. കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ ശാക്തീകരിക്കാൻ സ്ത്രീ സമൂഹത്തെ അതുവഴി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടിപ്പിക്കുന്നതിന് ഈ പോയ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിന്. ചടങ്ങിൽ കാസർഗോഡ് SP D ശില്പ ക്ലാപ്പ് നൽകി. സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും കൺമുന്നിൽ കാണാവുന്ന മാതൃകയാണ് ഈ വനിതാ സിനിമാ പദ്ധതി എന്ന് D ശില്പ പറഞ്ഞു. കാസർഗോഡിന് കൾച്ചറൽ ഡൈവേഴ്സിറ്റിനും അവർ ഈ ത്രൂ ദിസ് സിനിമ അവർ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇത് എല്ലാ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രോഗ്രസീവ് സ്റ്റോറി പിന്നെ ഒരു പ്രോഗ്രസീവ് കോൺസെപ്റ്റ് തന്നെ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ സാങ്കേതിക വിഭാഗങ്ങളിലും പ്രധാന ചുമതല വഹിക്കുന്നത് വനിതകളാണെന്നതാണ് മുംത സിനിമയുടെ സവിശേഷത എന്ന് KFDC ഡയറക്ടർ ബോർഡ് അംഗവും സംവിധായകനുമായ ഷിറിൻ ഗോവിന്ദ് പറഞ്ഞു. സന്തോഷ് കീഴാറ്റൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വനിതകളുടെ സംവിധാനത്തിലുള്ള സിനിമാ പദ്ധതി പ്രകാരം KFDC നിർമ്മിക്കുന്ന 6ാമത്തെ ചലച്ചിത്രമാണിത്. മുംത ചിത്രത്തിന്റെ സംവിധായികയായ ഫർസാന കാസർഗോഡ് ചൌക്കി സ്വദേശിനിയാണ്. സിനിമയുടെ ഛായാഗ്രഹണം ഫൗസിയ ഫാത്തിമ, ലൈൻ പ്രൊഡ്യൂസർ രത്തീന, ചിത്രസംയോജനം വീണ ജയപ്രകാശ് തുടങ്ങി എല്ലാ സാങ്കേതിക മേഖലകളും നയിക്കുന്നത് സ്ത്രീകളാണെന്ന് ഫർസാന P പറഞ്ഞു. വനിതകൾക്ക് സിനിമ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും അവസരം നൽകിയ സർക്കാരിനോട് ഒരുപാട് നന്ദി സംവിധായിക ഫർസാന അറിയിച്ചു. 2011 ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി. അത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ഇല്ലാതായി.
പിന്നെ നമ്മൾ ഇതിൽ തന്നെ കുറേ നോക്കി. അവസാനമാണ് KSFDC ഇങ്ങനത്തെ ഒരു ഗവൺമെന്റിന്റെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നമുക്ക് കിട്ടുന്നത്, ഇതിലെനിക്ക് സെലക്ട് ആയതും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിലെനിക്ക് കയറി വരാൻ പറ്റിയത്. കാരണം ഒന്നാമത് ഈ കാസർഗോഡുള്ള പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊന്നും ഇതിലോട്ട് ഇറങ്ങൂല ഇങ്ങനത്തെ സംഭവത്തിലൊന്നും. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതുകൊണ്ട് ഞാൻ അടുക്കൽ നിന്ന് അരങ്ങത്തേക്ക് ഞാൻ ഇപ്പം എത്തിയിരിക്കുകയാണ്. ഇതിന് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. മുംത എന്നു പേരായ ഒരു കൗമാരക്കാരി പെൺകുട്ടിയുടെ കഥയാണ് മുംത സിനിമയുടെ പ്രമേയം. നിരവധി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഫർസാന KFDCയിൽ 2020 വനിതകൾക്ക് സിനിമ ചെയ്യാൻ അവസരം നൽകി തിരക്കഥകൾ ക്ഷണിച്ചപ്പോൾ തന്റെ സിനിമയും സമർപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ മുംത തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആലങ്കോട് ധൂമാവതി ദേവസ്ഥാന റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്തിസാന്ദ്രമായി മന്നിപ്പാടി ആലങ്കോട് ധൂമാവതി ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവം. രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ധൂമാവതി പീഠപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കുംഭേശകലശാഭിഷേകം, ജീവകലശാഭിഷേകം, പൂജ, ബ്രഹ്മകലശാഭിഷേകം, അരിത്രവൽ, മഹാപൂജ, നിത്യ, നൈമിത്യ നിശ്ചയിക്കൽ എന്നിവ നടന്നു. തുടർന്ന് ഭക്തജനങ്ങൾക്കായുള്ള പ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20 കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കുന്ന കൺവെൻഷന് ഒരുക്കങ്ങളായി. MSF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സമ്മേളനം നടന്നു. ഐക്യം, അതിജീവനം, അഭിമാനം, കാലം എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. KPSTA റവന്യൂ ജില്ലാ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനത്തിനും ഉപയോഗിക്കുന്നത് വിഷരഹിതമായ വാഴയില. നീലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ചെയർമാൻ E. മനീഷ് ഉദ്ഘാടനം ചെയ്തു. എടച്ചാക്കൈ ടർഫിലും ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ മൈതാനത്തുമായി നടന്ന ഉദിനൂർ പരത്തിച്ചാൽ പ്രീമിയർ ലീഗ് ഫുട്ബോൾ സമാപിച്ചു. പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര അറിയാൽ കീഴിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.